ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഈ മാസം 12-ന് വിജിലൻസ് കോടതി വിധി പറയും. ദ്വാരപാലക ശില്പക്കേസിൽ പത്മകുമാറിനെ ഒരു ദിവസത്തേക്കു കൂടി SIT കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. അതേസമയം ദേവസ്വം മുൻ കമ്മീഷണർ N വാസുവിനെ 14 ദിവസത്തേക്കു കൂടി റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, പറയൂ വിശദാംശങ്ങൾ. രോഹിണി, എ പത്മകുമാറിനെ ഇപ്പോഴും SIT സംഘം ചോദ്യം ചെയ്യുകയാണ്. ദ്വാരപാലക ശില്പക്കേസിലാണ് ഈ ചോദ്യം ചെയ്യൽ. കൊല്ലം ജില്ലയിൽ വെച്ച് തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇന്ന് രാവിലെയാണ് എ പത്മകുമാറിനെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. അതായത് എ പത്മകുമാർ നൽകിയിട്ടുള്ള ജാമ്യ ഹർജിയിൽ ഇന്ന് വാദമുണ്ടായിരുന്നു. ആ വാദം പൂർത്തിയായിരിക്കുന്നു. 12-ാം തീയതി വിധി പറയും. അതോടൊപ്പം തന്നെ SIT കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നു. കാരണം നേരത്തെ ഒരു കേസിൽ മാത്രമാണ് പ്രതിയായിരുന്നത്. പിന്നീടാണ് രണ്ടാമത്തെ കേസിലും, അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലും ഈ പത്മകുമാറിനെ പ്രതി ചേർക്കുന്നത്. അതിനു പിന്നാലെ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി SIT സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നു. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് തന്നെ കോടതി ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടുകയാണ്. എന്തായാലും ഈ കേസിലും എ പത്മകുമാറിൻ്റെ പങ്ക് എന്താണെന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം പത്മകുമാറിനെതിരെ ശക്തമായിട്ടുള്ള മൊഴികൾ നൽകിയിരുന്നു. ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസിലും ചോദ്യം ചെയ്യൽ തുടരുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP ശശിധരൻ ഉൾപ്പെടെ ഇന്ന് വിജിലൻസ് കോടതിയിലെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൊണ്ടുപോയിരിക്കുന്നത്. വൈകിട്ടോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഈ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ മുൻ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള ഈ N വാസുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇന്ന് റിമാൻഡ് കാലാവധി തീരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതുവരെയും ആർക്കും ജാമ്യം അനുവദിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സുധീഷ് കുമാർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ജാമ്യ ഹർജിയിലും ഇന്ന് വാദം പൂർത്തിയായിരിക്കുകയാണ്. ഇതും 12-ാം തീയതിയാണ് ഈ വിധി പറയുക. എന്തായാലും ഈ ജാമ്യ ഹർജിയെല്ലാം പരിഗണിക്കുമ്പോൾ തന്നെ ഇതുവരെ, അതായത് മുരാരി ബാബു, KS ബൈജു, N വാസു അടക്കം നേരത്തെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ജാമ്യ ഹർജിയിലൊന്നും തന്നെ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പത്മകുമാറും സുധീഷ് കുമാറും ഒക്കെ സമർപ്പിച്ചിട്ടുള്ള ഈ ജാമ്യാപേക്ഷയിലും വിധി മറിച്ചൊന്നായിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ED കൂടെ അന്വേഷണത്തിനായി എത്തുന്നു എന്നുള്ളതാണ്. ED രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ അപേക്ഷയിന്മേൽ സർക്കാർ ED അന്വേഷണം വേണ്ട എന്ന നിലപാടെടുത്തിരിക്കുന്നു. കോടതിയിൽ തന്നെ എതിർപ്പറിയിച്ചിരിക്കുന്നു. അതായത് ഈ FIRകളോ മറ്റ് രേഖകളോ ഒന്നും EDക്ക് കൈമാറുവാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലാണ് സർക്കാർ ഈ എതിർപ്പ് അറിയിച്ചത്. അതിനെ തുടർന്ന് കോടതി ഈ കേസ് പരിഗണിക്കുന്നത് 10ലേക്ക്, അതായത് ഈ അപേക്ഷ പരിഗണിക്കുന്നത് 10ലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ 10-ൽ സർക്കാരിൻ്റെ കൂടെ വാദം, അതായത് SITയുടെ അടക്കം വാദം കേട്ട ശേഷമാണ് EDക്ക് രേഖകൾ കൈമാറുക. എന്തായാലും ED അന്വേഷണം സംസ്ഥാന സർക്കാർ ഭയപ്പെടുകയാണ്. 6 പ്രതികളാണ് ഇതുവരെ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇനി മറ്റു പ്രതികളിലേക്കടക്കം അറസ്റ്റ് നീങ്ങേണ്ടതുണ്ട്. ഉന്നതരിലേക്കടക്കം ഈ അന്വേഷണം പോകേണ്ടതുണ്ട്. എന്തായാലും ED കൂടെ വരുന്നതോടെ ഈ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത്. അതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ED. അതിനുവേണ്ടിയാണ് അന്വേഷണത്തിനായി രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.